യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ടതായ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവരാജ്യം സ്ഥാപിക്കുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ ആ ഒന്നാമത്തെ വരവിലൂടെ ഇവിടെ ആത്മീയ ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടു. യേശുക്രിസ്തു തന്നെ തന്റെ ശിഷ്യന്മാരോടും കൂടിയിരിക്കുന്ന ആളുകളോടും വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യമുണ്ടല്ലോ. യേശു ഉദ്ദേശിച്ചത് യേശുവും അതേപോലെ തന്നെ യേശുവിനെ അനുഗമിക്കുന്നവരും ആയിട്ടുള്ള ആത്മീക മണ്ഡലത്തെക്കുറിച്ചാണ്. ഇന്നും അത് നിലവിലുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ദൈവരാജ്യത്തിൽ നമുക്കുള്ളതായ ചില കൺസേൺസ് ഉണ്ട്, ചില ആശങ്കകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക ആദ്യകാലത്തെ ശിഷ്യനായിരുന്ന, അത് യേശുക്രിസ്തുവിന്റെ അപ്പോസ്തല ഗണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിഷ്യനായിരുന്ന പത്രോസ് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും എന്നുള്ളത്. അതിന് മറുപടിയായിട്ട് യേശുക്രിസ്തു പറഞ്ഞതായ അനുഗ്രഹങ്ങൾ, അതായത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് ലഭിക്കാവുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്. അവിടെ മാത്രമല്ല, യേശുക്രിസ്തു മറ്റ് പല വേദഭാഗങ്ങളിലും നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് ലഭിക്കാവുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് യേശു പറയുകയുണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളായി ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ഈ സന്ദേശങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ദയവായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് മുൻ പറഞ്ഞതായ സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതിന്റെ തുടർച്ചയായിട്ട് തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാൻ ഇടയായി തീർന്നത്, നമ്മൾ ഈ ലോകത്തിൽ കർത്താവിനാൽ നമ്മൾ വിജയം പ്രാപിക്കുമെന്നും അതേപോലെ തന്നെ ദൈവത്തിന്റെ പ്രസാദം നമ്മൾ നേടുമെന്നുമാണ് നമ്മൾ ചിന്തിച്ചത്. ആ ഒരു സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലവണ്ണം ബോധ്യമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നവർക്ക് ഈ ഭൂമിയിൽ ദൈവം വിജയം കൊടുക്കും എന്നുള്ള സന്ദേശം. ഇന്ന് നമ്മൾ പ്രധാനമായി ചിന്തിക്കാൻ പോകുന്നത്, എപ്പോഴും നമ്മൾ പ്രതിഫലം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. പെട്ടെന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കണം, പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫലം നമുക്ക് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരായ ആളുകളുണ്ട്. അവരെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു വളരെ സവിസ്തരമായി തന്നെ സംസാരിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ചില വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 2-ാം വാക്യം മുതലാണ് ഞാൻ ആദ്യമായി വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. 3-ാം വാക്യം, നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. വളരെ റെവല്യൂഷണൈസ് ആയിട്ടുള്ള ഒരു സന്ദേശമാണ് ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നത്. ആ കാലത്തെ ഒരു ട്രെൻഡിന് വിരോധമായിട്ടുള്ള കാര്യം യേശു പറയുന്നു. ആ കാലത്തെ ട്രെൻഡ് എന്തായിരുന്നു? ആ കാലത്ത് സിനഗോഗുകളില് പരസ്യമായിട്ട് ആളുകൾ ഭിക്ഷ കൊടുക്കുമ്പോൾ തന്നെ കാഹളമൂതി അവർ അത് അനൗൺസ് ചെയ്യുമായിരുന്നു. ഞാൻ ഇന്നത് കൊടുത്തിരിക്കുന്നു, ഞാൻ ദാനങ്ങൾ കൊടുത്തിരിക്കുന്നു, ആഹാരം നൽകിയിരിക്കുന്നു എന്ന് പരസ്യമായി പറയും. അങ്ങനെ അവർ ഭിക്ഷ കൊടുക്കുന്നതും അതേപോലെ തന്നെ ഇങ്ങനെ പരസ്യമായി സംസാരിക്കുന്നതിൻ്റെ, വിളിച്ചു പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തങ്ങൾക്ക് മനുഷ്യരാൽ മാനം ലഭിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവർ എന്തു ഉദ്ദേശിച്ചോ ആ ഉദ്ദേശം അവരിൽ സംഭവിച്ചു കഴിഞ്ഞു. കാരണം അവർക്ക് മനുഷ്യരാൽ മാനം ലഭിച്ചു കഴിഞ്ഞു. ഇവിടെയാണ് നമുക്ക് പ്രശ്നമുണ്ടാകുന്നത്. ഇന്നും അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ള സൂചന നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരുപാട് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് ഇത് ഞാൻ ചെയ്യുന്നു എന്ന് പബ്ലിക്കായിട്ട് പറയുന്നതായ ആളുകൾ. ചില ആളുകൾ പറയാറുണ്ട്, ഞാനിങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നതിന് കാരണം മറ്റുള്ളവർ എന്നിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അവരും ഈ ചാരിറ്റി ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ സത്യങ്ങൾക്ക് വിരുദ്ധമാണ്. പ്രത്യേകിച്ച് കർത്താവ് യേശുക്രിസ്തുവിനെ ആശ്രയിച്ചു ജീവിക്കുന്നവനായ ഒരു വ്യക്തി, അവൻ സ്വർഗത്തിൽ പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ഈ ഭൂമിയിൽ പ്രതിഫലം കിട്ടത്തക്കോണം യാതൊന്നും ചെയ്യരുത് എന്നുള്ളതാണ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ വായിച്ച വാക്യത്തിൽ യേശു വളരെ വ്യക്തമായി പറയുന്നു, നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടങ്കൈ അറിയരുത്. ഈ ഒരു പദം പലരും ഉച്ചരിക്കാറുണ്ട്.
ക്രിസ്ത്യാനികളല്ലാത്തവരും ഈ വാക്യം ഉദ്ധരിക്കാറുണ്ട്, നിന്റെ വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത് എന്നുള്ളത്. അതിനർത്ഥം രഹസ്യത്തിൽ വേണം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുവാൻ, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും അവരുടെ മുമ്പാകെ ഞാൻ വലിയ ദാനധർമ്മിയാണെന്ന് നമുക്ക് അങ്ങനെയുള്ള പേര് സമ്പാദിക്കാനുമാണെങ്കിൽ നമുക്ക് ഈ ലോകത്ത് പ്രതിഫലം കിട്ടിപ്പോയി എന്നുള്ളതാണ്. ഈ ഭാഗങ്ങളെല്ലാം പറയുമ്പോൾ തന്നെ നമ്മൾ ജീവിക്കേണ്ടത് എറ്റേണൽ പെർസ്പെക്റ്റീവിലാണ്. അതായത് നിത്യതയുടെ വെളിച്ചത്തിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അന്തസത്ത ഇവിടെ യേശു നമ്മളോട് വെളിപ്പെടുത്തുകയാണ്. നമ്മൾ ആർക്കെങ്കിലും ദാനം ചെയ്യുമ്പോൾ, ആരെങ്കിലും സഹായിക്കുമ്പോൾ, ദൈവത്തിനെന്നവണ്ണം ദൈവം എന്നെ അതിനുവേണ്ടി നിയോഗിക്കുന്നു, എനിക്ക് ദൈവം അതിനുള്ള പ്രതിഫലം തരും. ഞാൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഈ ഭൂമിയിൽ എനിക്ക് സാക്ഷി ലഭിക്കാനോ ഈ ഭൂമിയിൽ ഞാൻ സർട്ടിഫൈഡ് ആകാനോ അല്ല, മറിച്ച് എനിക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതിന്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടെ നമ്മൾ ചെയ്യണമെന്നാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മാനുഷികമാണ് നമുക്ക് ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്. പക്ഷെ അത് ദൈവവചന പ്രകാരമല്ല. ദൈവത്തിൽ നിന്ന് നമുക്ക് മാനം ലഭിക്കണമെങ്കിൽ മനുഷ്യന്റെ മാനം നമ്മൾ അന്വേഷിക്കാതെ ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ചിലപ്പോൾ നമ്മൾ സത്യസന്ധമായിട്ടും ദൈവത്തിന്റെ മാനം മാത്രം നോക്കിക്കൊണ്ട് ചെയ്യുമ്പോഴും മനുഷ്യന്റെ അപ്രീസിയേഷൻ നമുക്ക് ലഭിക്കാറുണ്ട്. അത് നമുക്ക് പ്ലസ് ആണെന്ന് മാത്രം കരുതുക. പക്ഷെ ആത്യന്തികമായിട്ട് നമ്മൾ ദൈവത്തിൽ നിന്നും പ്രതിഫലം പ്രതീക്ഷിക്കുന്നവരായി എറ്റേണൽ പെർസ്പെക്റ്റീവില്, അതായത് നിത്യതയുടെ വെളിച്ചത്തിൽ നമ്മൾ ജീവിക്കുന്നവരായി തീരണം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിഫലം ദൈവം നമുക്ക് നൽകുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടും പ്രതീക്ഷയോടും കൂടെ നമ്മളായിരിക്കണം. 4-ാം വാക്യം ഇംഗ്ലീഷ് ബൈബിളിൽ കുറച്ചുകൂടെ വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഞാൻ 4-ാം വാക്യം ഒന്ന് ഊന്നി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം ഇപ്രകാരം ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം ദൈവം അത് കാണണം, അത് രഹസ്യത്തിലായിരിക്കണം. എനിക്കും ദൈവത്തിന് മാത്രമേ ഈ ഒരു കാര്യം അറിയുള്ളൂ. അങ്ങനെയുള്ള ഒരു സാഹചര്യം. ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മളെ കാണുമായിരിക്കാം, പക്ഷെ അവരുടെ പ്രീതിക്കോ അവരുടെ അപ്രീസിയേഷനോ അല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇത് ദൈവം കാണുന്നു എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടെ നമ്മൾ ചെയ്യണം. എന്ന് മാത്രമല്ല, അവിടെ കൊടുത്തിരിക്കുന്ന ആ മലയാള വാക്യത്തിന് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്നതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഫാദർ ഹു സീസ് ഇൻ സീക്രട്ട് വിൽ ഹിംസെൽഫ് റിവാർഡ് യു ഓപ്പൺലി. ഇവിടെ പരസ്യമായിട്ട് തന്നെ നിനക്ക് പ്രതിഫലം നൽകും എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ സ്വർഗത്തിൽ ചെന്ന് മാത്രമല്ല, ഈ ഭൂമിയിലും ദൈവം പരസ്യമായി നമുക്ക് പ്രതിഫലം തരും. സ്വർഗത്തിലും നമുക്ക് പരസ്യമായ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് അതിനർത്ഥം. മറ്റൊരു വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടല്ലോ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അതെ, അത് കർത്താവിന്റെ ഉറപ്പാണ്. ഇന്ന് നമ്മൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മളുടെ ഗിവിങ്, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ദൈവത്തിന് എന്നവണ്ണം നമുക്ക് ചെയ്യാനും മനുഷ്യരുടെ പ്രശംസയ്ക്കോ മനുഷ്യരുടെ പുകഴ്ചയ്ക്കോ ആകാതെ വേണം ദൈവത്തിന് പ്രസാദമാകുമാറ് നമ്മൾ ചെയ്യുമെങ്കിൽ അത് ഈ ഭൂമിയിൽ നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതിന് കാരണമായി തീരും. എന്ന് മാത്രമല്ല, നിത്യതയിൽ നമ്മൾ ചെല്ലുമ്പോഴും അനേകായിരം വിശുദ്ധന്മാരോടും ദൂതന്മാരുടെ മധ്യത്തിൽ വെച്ച് ദൈവം നമ്മെ മാനിക്കുവാനിടയായി തീരും. അതെ, കർത്താവ് വ്യക്തമായി പറയുന്നുണ്ടല്ലോ, അന്നാളിൽ നിങ്ങൾക്ക് പുകഴ്ചയുണ്ടാകും എന്നുള്ളത്. അടുത്ത വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തു പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നു. ഇതേ ഒരു ആശയത്തോടു കൂടി തന്നെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. അതായത് മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, മനുഷ്യർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ആത്മീയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനും ദൈവത്തിലും നമുക്ക് പ്രതിഫലം ലഭിക്കില്ല എന്നുള്ളതായ ഒരു സത്യം നമുക്കിവിടെ ബോധ്യമാകുവാനിടയായിത്തീരുന്നു. അങ്ങനെയാണെങ്കിൽ കർത്താവ് യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാനല്ലേ പറഞ്ഞത്? തീർച്ചയായിട്ടും അങ്ങനെ. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന പരസ്യമായ ഒരു പ്രശംസയ്ക്ക് കാരണമായിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കരുത്. മറിച്ച് രഹസ്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനും സാധിക്കണം. ഞാനൊരു പ്രാർത്ഥനക്കാരനാണെന്ന് എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ്, മനുഷ്യനോടല്ല പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ,
ദൈവം നമുക്ക് ഈ ഭൂമിയിലും അതേപോലെ നിത്യതയിലും പ്രതിഫലം നൽകണമെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ എന്തു ചെയ്താലും അത് ദൈവത്തിനെന്നവണ്ണം നമുക്ക് ചെയ്യുവാൻ കഴിയണം. അതേ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞില്ലേ, ഈ ചെറിയ ഒരുവന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം ലഭിക്കാതെ പോകുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതെ, അതാണ് ദൈവവചനത്തിന് സത്യവും. അതിലേക്കുള്ള ഒരു ചിന്തയും അതിലേക്കുള്ള പരിശ്രമവും അതിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതെ, ദൈവരാജ്യത്തിൽ, ഈ ആത്മീയ ദൈവരാജ്യത്തിൽ ഇവിടെ നമുക്ക് ദൈവം നൽകുന്ന പ്രതിഫലം അനുഭവിക്കുവാനും, അതേ അന്ന് നമ്മൾ നിത്യതയിലേക്ക് ചെല്ലുമ്പോൾ ആ ബഹുസഹസ്രം ദൈവഭൃത്തിനോടൊപ്പം നമ്മൾ സന്തോഷം അനുഭവിക്കുവാനും ദൈവം നമുക്ക് തരുന്ന പ്രതിഫലത്തെ സന്തോഷത്തോട് ഏറ്റുവാങ്ങി അവിടെ നമ്മൾ പ്രശംസയ്ക്ക് പാത്രമായി തീരുവാനും ഇടയായി തീരും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, എന്ന് ഞാൻ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങൾ പലപ്പോഴും മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് വേണ്ടി ഞങ്ങൾ ചെയ്തു പോകാറുണ്ട്. മനുഷ്യൻ്റെ പുകഴ്ച ഞങ്ങൾക്ക് പലപ്പോഴും വളരെ രസകരമായും ഞങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളുമായി മാറാറുണ്ട്. പക്ഷേ ഞങ്ങളൊന്നറിയുന്നു, ഞങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടിപ്പോയി, ഞങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലമില്ല എന്നും, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും പ്രതിഫലം കിട്ടേണ്ടതിനു വേണ്ടി ദൈവമേ അങ്ങ് പറയുന്നത് പോലെ രഹസ്യത്തിൽ മറ്റുള്ളവരെ സഹായിക്കുവാനും, അതേ കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ പോലും കർത്താവെ ഞങ്ങൾ തിരുക്കോണുകളിലോ പബ്ലിക് പ്ലേസുകളിലോ നിന്ന് പ്രാർത്ഥിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താതെ രഹസ്യത്തിൽ കാണുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാനും പ്രതിഫലം നേടുവാനും പ്രാർത്ഥനയുടെ മറുപടി ഞങ്ങൾ അനുഭവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.